ഹലോ വെൽക്കം ടു സിയാ ഡയറീസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്റ്റോറി റീഡിങ് അല്ല, ടോയ്സ് ഇൻട്രൊഡക്ഷൻ അല്ല, ഇതൊന്നും അയച്ചില്ല കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇലുമിനേറ്റ് അഡ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് കാണിച്ചു തരാനാണ് കേട്ടോ. ഇവൻറ്റ് നടക്കുന്നത് കെറ്റ്ലി പറഞ്ഞ പോലെ തന്നെ സിറ്റിയിലാണ്. അപ്പോൾ ഇത് സിറ്റിയിൽ ഇപ്പോൾ ഈ വിൻ്റർ ആയതുകൊണ്ട് ഒരുപാട് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ബേസ് ക്യാമ്പ് ഉണ്ട് അവരുടെ. അവിടെയാണ് ഈ ഇലുമിനേറ്റ് അഡ്ലൈഡ് എന്ന് പറഞ്ഞ ഇവൻ്റ് അവർ നടത്തിയിരിക്കണേ. അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ്സും മ്യൂസിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നോളജിക്കൽ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുഡ് കൗണ്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും തീയുടെ അടുത്തൊക്കെ പോയി നിൽക്കുകയാണ്. അവിടെ അങ്ങനെ തീ കൂട്ടിയിട്ടുണ്ട് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഗ്രില്ലിങ്, പിന്നെ ഫുഡ് എന്താ പറയുക, ബർഗർ, ഐസ്ക്രീംസ്, ഡംപ്ലിങ്സ്, ഡെസേർട്ട്സ്, ഇഷ്ടം പോലെ ഫുഡ്സ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് കയറുമ്പോൾ തന്നെയാണ് ആ കൗണ്ടേഴ്സൊക്കെ, അതുകൊണ്ടാണ് കയറുന്ന ഭാഗത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഭാഗത്ത്. കുട്ടികൾക്ക് എന്നല്ല, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ മുഴുവൻ അവർ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്താണ് ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരു ഇങ്ങനത്തെ ലൈറ്റിൻ്റെ ഒരു ബാർസൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ബാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ലൈറ്റും ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഭയങ്കര സ്കാരി സ്പൂക്കി മ്യൂസിക്കൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ഞങ്ങളത് എൻജോയ് ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഒരേ ലൈറ്റ്സും പിന്നെ സൗണ്ട്സ് കുറേ അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പ വന്നു, പിന്നെ അമ്മ വന്നു, എല്ലാവരും വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇത് വേറെ വീണ്ടും ഫുഡിൻ്റെ സെക്ഷൻസ് വന്നു. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു പിഗിനെയാണ് അവർ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട്. അങ്ങനത്തെ ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക, ലൈറ്റും മ്യൂസിക്കായിട്ട് വീണ്ടും അങ്ങനത്തെ ഒരു സാധനം വന്നു. അപ്പോൾ അവിടെ സെൻസർ ഉണ്ട്. അതിന് ചവിട്ടി കഴിഞ്ഞാൽ ലൈറ്റും മ്യൂസിക്കും ചേഞ്ച് ആവും. ഞാനും കുറേ നിന്ന് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിട്ട് ആ സാധനത്തിൽ. അപ്പോൾ സൗണ്ടും ലൈറ്റും എല്ലാം മാറി കിട്ടും. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വട്ടം ചെയ്യാൻ പറ്റുള്ളൂ ഒരു സാധനത്തിൻ്റെ. സിറ്റി മുഴുവൻ ലൈറ്റ്സ് ആട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക ലൈറ്റും മ്യൂസിക്കായിട്ടുള്ള ഒരു സൈലോഫോണാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തട്ടുമ്പോൾ അതിൻ്റെ ലൈറ്റ് വൈറ്റ് ഇങ്ങനെ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ലൈറ്റ് ബ്ലൂ പിന്നെ ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ ലൈറ്റ്സ് ഒക്കെ. ഇതൊരു സൈലോഫോൺ പോലെ കേട്ടോ. അപ്പോൾ കിഡ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ടാണ് കിട്ടിയില്ല. ഇത് ഒരു സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് വെച്ച് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്കാണ് കേട്ടത്. ഓരോ ബിൽഡിങ്ങും സിറ്റിയിലത്തെ ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡ്, ചില ബിൽഡിങ് ബ്ലൂ, ചില ബിൽഡിങ് പിങ്ക്, ചില ബിൽഡിങ് റെയിൻബോ പോലെയൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുൾ പെബിൾസ് ആട്ടോ, ഗ്ലോയിങ് പെബിൾസ് ആണ്. ഇത് നിറച്ച് ഭംഗിയുള്ള പെബിൾസ് ആട്ടോ. ഈ പെബിൾസ് മുഴുവൻ ലൈറ്റ് വരും. ആ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് വരും പോവും. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇത് ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ. ഇത് ഓരോ ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് വന്നിട്ട് സംസാരിക്കുന്ന പോലെ, പാട്ട് പാടുന്ന പോലെ അങ്ങനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവരുടെ ഒരു സൗത്ത് ഓസ്ട്രേലിയൻ ആർട്ട് മ്യൂസിയം കേട്ടാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബിൽഡിംഗ് മുഴുവൻ ഇങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പാട്ട് പാടുന്ന പോലെയും സംസാരിക്കുന്ന പോലെയൊക്കെ കാണായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു. ഇത് പിന്നെ അടുത്തൊരു വേറെ ഒരു ഇതുപോലെ തന്നെ ലൈറ്റ്, അവിടെ ഒരു സ്പേസ് അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫിംഗർ പ്രസ് ചെയ്യണ ഒരു സ്പേസ് അവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് സൗണ്ട് മാറി മാറി കേൾക്കാം. അതുപോലെ തന്നെ കളേഴ്സും ലൈറ്റ്സും ഒക്കെ മാറും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇത് ലൈറ്റ് കൊണ്ടുള്ളൊരു സ്വിങ്സ് ആട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ടേൺ കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ വലിയൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇത് നല്ല ലൈറ്റിൻ്റെ ഒരു ഊഞ്ഞാൽ.
ഇത് അവസാനം ഒരു പാരൻ്റെ ഷേപ്പുള്ളൊരു ഗ്ലോബാണ് കേട്ടോ. അപ്പോൾ അതുമ്പോൾ കുറേ കൺട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ തൊട്ട് നോക്കിയപ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുമേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലത്തെ എയർ കാണുന്നതാണ്. എന്തായാലും ഭയങ്കര ഹ്യൂജ് ഗ്ലോബായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇലുമിനേറ്റിൻ്റെ അഡ്ലൈഡിൻ്റെ ഒരു കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നോക്കണു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.